ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വപ്നാസ് ക്രാഫ്റ്റ് ആൻഡ് ഫുഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റോസ് തന്നെയാണ്. ഇന്നലെ ഞാൻ റോസ് വേറെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് മുൻപ് 3 കാർഡ്ബോർഡ് ഐഡിയാസ് എന്ന് പറഞ്ഞാലും വേറൊരു റോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 ടൈപ്പ് റോസാണ് ഞാൻ കാണിക്കണത്. അപ്പോൾ ഇന്ന് വേറൊരു ടൈപ്പാണ് കേട്ടോ. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഓരോ ഇതളുകളും സെപ്പറേറ്റ് അതിന് ഒട്ടിച്ചെടുക്കുന്നതാണ് ഇന്നത്തെ റോസ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ എനിക്ക് അതിന് വേണ്ടത് പിങ്ക് പേപ്പറാണ് ഞാൻ എടുക്കണത്. A4 ഷീറ്റ്. പിങ്ക് A4 ഷീറ്റിൽ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് 3ആക്കി മടക്കണം. നമുക്ക് ഷീറ്റിനെ സമമായിട്ട് 3ആക്കി മടക്കിയെടുക്കണം കേട്ടോ. മുന്നേ ഞാൻ കാണിച്ചിരുന്നത് ഇങ്ങനെ ചുരുട്ടി എടുക്കുന്നതാണ്. ഈ കാർഡ്ബോർഡിൻ്റെ ഇത് വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടി എടുക്കുന്നതായിരുന്നു കാട്ടിയിരുന്നത്. പിന്നത്തെ അത് ഒരു ചതുരത്തിൽ വെട്ടിയെടുത്തിട്ട് ഇതളുകൾ ഒന്നിച്ച് ഇങ്ങനെ വെട്ടിയെടുത്ത് ഹോളിലിട്ട് കയറ്റുന്നതാണ് രണ്ടാമത് കാട്ടിയത്. ഇത് ഇതളുകൾ സെപ്പറേറ്റ് ആയിട്ട് വെട്ടിയെടുത്തിട്ട് ചെയ്യുന്ന ടൈപ്പാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ അത് നോക്കാം. അങ്ങനെ 3ആയിട്ട് A4 ഷീറ്റിനെ മടക്കുക കണ്ടോ. എന്നിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്യണവർക്ക് ചെയ്യാം. പക്ഷേ അതിനേക്കാളും സിമ്പിളാണല്ലോ. നമുക്ക് ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കിയെടുക്കാം. അപ്പോൾ കണ്ടോ, അങ്ങനെ 3 ലെയർ ഇങ്ങനെ മടക്കി നമ്മൾ ഇനി അതിൻ്റെ സെൻറ്റർ ആദ്യം ഒന്ന് മടക്കിയെടുക്കുകയാണ്. എന്നിട്ട് കട്ട് ചെയ്യാം കേട്ടോ. കണ്ടോ, നല്ലപോലെ മടക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഈ മടക്കിയ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, കട്ട് ചെയ്ത് നമ്മൾ 2 പീസാക്കി. ഇനി ആ 2 പീസിനെയും വീണ്ടും നമ്മൾ ഇതുപോലെ മടക്കുകയാണ് അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട്. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വേണ്ടത് ഇതുപോലെ കിട്ടും. ആ ഇതുപോലെ കിട്ടണതിനെ വീണ്ടും നമ്മൾ നട്ട് വെച്ചിട്ട് മടക്കുകയാണ്. കണ്ടോ, അപ്പോൾ ഒരു ചതുരം പോലെ കിട്ടിയില്ലേ ഞങ്ങൾക്ക്, ഒരു സമചതുരം പോലെ. നമുക്ക് ഇതിൻ്റെ മൂലകൾ ഇങ്ങനെ വെട്ടി എടുക്കാം. മൂലകളൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് ഇതളുടെ ആകൃതിയിൽ വെട്ടിയെടുക്കാം. കണ്ടോ, ഇതുപോലെ ഇതിൻ്റെ ഒരു ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാം. ഇതളുടെ ഷേപ്പിൽ നമുക്ക് വെട്ടിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ചിട്ട് വെട്ടണമെങ്കിൽ അങ്ങനെ വെട്ടാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വെട്ടിയെടുക്കാം. കണ്ടോ കണ്ടോ കണ്ടോ, ഇപ്പോൾ റോസിൻ്റെ ഇതൾ പോലെ ആയല്ലേ. ഞങ്ങൾക്ക് ഇതിൻ്റെ നടുഭാഗം, ഈ ഇതളുകളുടെ നടുഭാഗത്ത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് പശ വെച്ച് ഒട്ടിക്കാം. അപ്പോൾ ഇതളിന് അതിൻ്റെ ഒരു നല്ല ശരിക്കും നാച്ചുറലായിട്ട് നമുക്ക് തോന്നും, നല്ല ശരിക്കുള്ള ഇതളാണോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതുപോലെ അങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിക്കാം കേട്ടോ. എല്ലാ ഇതളുകളും അതുപോലെ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, അതുപോലെ ചെയ്യാം കേട്ടോ. കണ്ടോ കണ്ടോ, ശരിക്കും റോസ് ഇതൾ എടുക്കുന്ന പോലെ ഇല്ലേ, നല്ല റോസ് കണ്ട, ശരിക്കും റോസാണെന്ന് വിചാരിക്കുക കിടക്കുന്ന കാണുമ്പോൾ. കേട്ട് ഇനി ഞങ്ങൾക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിന് തണ്ടിനായിട്ട് ഞാൻ ഒരു വനിതയുടെ പേപ്പറാണ് കേട്ടോ ചുരുട്ടണത്. അതിങ്ങനെ തന്നെ ചുരുട്ടിയെടുക്കാം, വനിതയുടെ പേപ്പർ. എന്നിട്ട് നമ്മൾ അതുമലാണ് ഈ തണ്ടുമലാണ് ഇതിനെ വെച്ച് ഒട്ടിക്കാൻ പോകുന്നത്. അങ്ങനെ ചുരുട്ടിയെടുത്ത് ഇതുമേ ഞാൻ അതിൻ്റെ നടുഭാഗത്ത് ഒരു മഞ്ഞ ഭാഗം അങ്ങനെ ഫില്ല് ചെയ്യാണ്. റോസിൻ്റെ നടുക്കിൽ കാണില്ലേ അതിൻ്റെ അല്ലി ഭാഗം, അത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനതിലിങ്ങനെ വെച്ച് നോക്കുകയാണ് എങ്ങനെ ഉണ്ട് നമുക്കൊന്ന് നോക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ നടുഭാഗത്ത് ഞാനിങ്ങനെ എൻ്റെ അല്ലി ഭാഗം വെക്കുകയാണ്. എല്ലാ റോസിനും അങ്ങനെ ഉണ്ടാക്കുന്ന റോസിനൊന്നും മിക്കപ്പോഴും ഇങ്ങനെ വെച്ച് കാണാറില്ല. ഞാനൊന്ന് വെറുതെ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇത് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരെണ്ണത്തിന്. ഞാൻ രണ്ടെണ്ണം ചെയ്ത് കാണിച്ചു തരാം. അതിൽ ഒരെണ്ണത്തിന് ഞാനിത് വെച്ചിട്ടുണ്ട് കേട്ടോ. വെച്ച് നമുക്ക് നല്ലപോലെ പശ വെച്ച് അത് ഒട്ടിക്കാം വനിതയുടെ പേപ്പറും. അപ്പോൾ നമുക്ക് ഇതിന് ചുറ്റും വെച്ചിട്ട് ഇതളുകൾ ഒട്ടിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ ചുറ്റി ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. പിന്നെ നടുഭാഗത്തെ സംഭവം ഓക്കെ ആയി. ഇനി ഞങ്ങൾക്ക് ഓരോ ഇതളുകളായിട്ട് ഇങ്ങനെ ഇതിന് ചുറ്റിലും ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. കേട്ടോ, ഇതുപോലെ നല്ലപോലെ ഇങ്ങനെ ചുറ്റി ഒട്ടിക്കാം. എന്നിട്ട് ചെറിയ ഇതളുകൾ നോക്കിയിട്ട് ആദ്യം ഇതിന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ.
ചെറിയ ഇതളുകളൊന്നും ഇല്ല, ഒക്കെ നമ്മൾ സമമായിട്ട് തന്നെയാണ് വെട്ടിക്കണം. എന്നാലും ചെറിയ ഷേപ്പായിട്ടുള്ളതുണ്ടെങ്കിൽ അതാദ്യം ഒട്ടിച്ചെടുക്കാം. കണ്ടോ? ഇനി ഓരോ ഇതിലുകളും വെച്ച് നമുക്ക് ചുറ്റിലും ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്കിതിനെ പശ തേച്ചിട്ട് ഇതിനെ ഒട്ടിക്കാം. ഇതെല്ലാം പശ തേക്കാം, എന്നിട്ട് ചുറ്റി ഒട്ടിക്കുക. ഇങ്ങനെ നടുവിലത്തെ ഭാഗമായത് കാരണം നല്ലപോലെ കൂമ്പിരിക്കണ പോലെ നല്ല ഇതിൽ ചുറ്റി ഒട്ടിക്കണം കേട്ടോ. ഇതിൻ്റെ ഇതെല്ലാം നമുക്കൊന്ന് പെൻസിലുണ്ടോ പേനയുണ്ടോ ഒന്നിങ്ങനെ ചുറ്റി കൊടുക്കണം, അങ്ങനെ വളച്ച് കൊടുക്കണം. അപ്പോൾ ശരിക്കും ഇതളുടെ പോലെ അതിന് കിട്ടും. നമുക്ക് അടുത്ത ഇങ്ങനെ ഇതളുകളായിട്ട് ഓരോന്നും ചുറ്റിലും ഒട്ടിച്ച് വെച്ചെടുക്കാം. അതിൻ്റെ ഇങ്ങനെ ഓരോ ഇതളിന് ഇടയിൽ കയറി ഇറങ്ങി ഇങ്ങനെ ഓരോ ഇതളുകളും ഒട്ടിക്കാം. കയറ്റിറക്കി ഇങ്ങനെ ഒട്ടിക്കാം കേട്ടോ. കണ്ടോ? കണ്ടോ? ഇങ്ങനെ ഒട്ടിക്കാം. ഓരോ ഇതളുകൾ ഒട്ടിക്കും. ഇപ്പോൾ ഞാൻ 2 ഇതൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിലായിട്ട് അടുത്ത ഇതൾ ഇങ്ങനെ കയറ്റി ഇറക്കി ഒട്ടിച്ചു കൊടുക്കാം. കയറ്റി ഇറക്കി ഇങ്ങനെ ഒട്ടിക്കാം. കണ്ടോ? ഇങ്ങനെ കണ്ടത് അടിപൊളി റോസ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാൻ മുന്നേ ഉണ്ടാക്കിയ റോസയാണ് ഇരിക്കണത്. കണ്ടില്ലേ? 3 എണ്ണം ഞാൻ പറഞ്ഞില്ല, ഈ കാർഡ്ബോർഡാണ് ഉണ്ടാക്കിയത്. കണ്ടോ? നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? ഇപ്പോൾ എല്ലാം ഒട്ടിച്ച് ഇതളുകൾ ഒട്ടിച്ച് വരുമ്പോൾ ഇതുപോലെ നല്ല സൂപ്പറായിട്ട് അങ്ങനെ ഇരിക്കും റോസ. ഇതുപോലെ മഞ്ഞ ഉണ്ടാക്കി നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല സൂപ്പർ റോസ് പൂക്കളൊക്കെ ഉണ്ടാക്കാം. കണ്ടോ? കാണാൻ നല്ല ഭംഗിയല്ലേ? എല്ലാവരും ഇപ്പോൾ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കണം. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചോളാം. ഏവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.